അരീക്കോട് ഗവൺമെൻറ് IT-യുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ചർച്ച ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ്. പാർട്ട് 2 ട്രിഗണോമെട്രിക് റേഷ്യോസ്. ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് അല്ലെങ്കിൽ ത്രികോണമിതി അംശബന്ധങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഒരു മട്ട ത്രികോണമാണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ചിത്രത്തിലൊരു മട്ട ത്രികോണം ABC തന്നിട്ടുണ്ട്. അതിൽ ബി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി, ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കുന്നത് കൊണ്ട് അതിന് മട്ട ത്രികോണം എന്ന് പറയുന്നു. ബി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി. മറ്റ് രണ്ട് ആംഗിളുകൾ, ആംഗിൾ എ ഉണ്ട്, ആംഗിൾ സി ഉണ്ട്. ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടും. മൊത്തം 180 ഡിഗ്രിയാണ് ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു മട്ട ത്രികോണം ABC ആണ് കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. ഈ മട്ട ത്രികോണത്തിലെ ഏതെങ്കിലും ഒരു ന്യൂനകോൺ, ഈ തന്നിട്ടുള്ള പ്രത്യേക ത്രികോണത്തിൽ ന്യൂനകോണുകൾ എന്ന് പറയുന്നത്, അക്യൂട്ട് ആംഗിളുകൾ എന്ന് പറയുന്നത് ആംഗിൾ എയും ആംഗിൾ സിയുമാണ്. അതായത് ഒരു മട്ട ത്രികോണത്തിലെ ഏതെങ്കിലും ഒരു ന്യൂനകോണിനെ സംബന്ധിച്ച് മട്ട ത്രികോണത്തിലെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ്, ത്രികോണമിതി അംശബന്ധങ്ങൾ എന്ന് പറയുന്നത്. തന്നിട്ടുള്ള ചിത്രത്തിൽ രണ്ട് ന്യൂനകോണുകൾ ആംഗിൾ എ, ആംഗിൾ സി ഉണ്ട്. അതിൽ നമ്മൾ പരിഗണിക്കുന്നത് ആംഗിൾ എ ആണ്. ആംഗിൾ എ എന്ന് പറയുന്ന ന്യൂനകോണിനെ സംബന്ധിച്ച് ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിലെ വശങ്ങൾ, അതായത് AB എന്ന് പറയുന്ന വശം, BC എന്ന് പറയുന്ന വശം, അതുപോലെ തന്നെ AC എന്ന് പറയുന്ന വശം, ഈ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് ഇവിടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് അല്ലെങ്കിൽ ത്രികോണമിതി അംശബന്ധങ്ങൾ എന്ന് നമ്മളിവിടെ പറയുന്നത്. ഈ തന്നിട്ടുള്ള മൂന്ന് വശങ്ങൾ തമ്മിലുള്ള റേഷ്യോസ് ബന്ധമാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ്, ത്രികോണമിതി അംശബന്ധങ്ങൾ എന്ന് പറയുന്നത്. പരിഗണിക്കുന്ന ആംഗിൾ നമ്മളിവിടെ ആംഗിൾ എ ആണ്. പരിഗണിക്കുന്ന ഈ പ്രത്യേക ആംഗിളിനെ സംബന്ധിച്ച് വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആണ് ട്രിഗണോമെട്രിക് റേഷ്യോസ്, ത്രികോണമിതി അംശബന്ധങ്ങൾ എന്ന് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. പരിഗണിക്കുന്ന ആംഗിൾ എ ആണ്. ഇവിടെ ഒരു വശമുണ്ട്, AB എന്ന് പറയുന്ന വശം, BC എന്ന് പറയുന്ന വശം, അതുപോലെ തന്നെ AC എന്ന് പറയുന്ന മൂന്ന് വശങ്ങളുണ്ട്. നമ്മളിവിടെ രണ്ട് ന്യൂനകോണുകളിൽ ഒരു ന്യൂനകോണാണ് പരിഗണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ന്യൂനകോണും നമുക്ക് പരിഗണിക്കാം. നമ്മളിവിടെ ഈ പ്രത്യേക ആംഗിളിൽ ന്യൂനകോൺ എ ആണ് പരിഗണിച്ചിട്ടുള്ളത്. ഈ ന്യൂനകോൺ എയെ സംബന്ധിച്ച് AB എന്ന് പറയുന്ന വശത്തിന് പറയുന്ന പേരാണ് നമ്മൾ അഡ്ജസൻറ്റ് സൈഡ്, അല്ലെങ്കിൽ ന്യൂനകോണിൻ്റെ ആംഗിൾ എയുടെ സമീപവശം അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ പരിഗണിക്കുന്ന ആംഗിളിനെ സംബന്ധിച്ച് മറ്റൊരു വശമാണ് BC എന്ന് പറയുന്ന വശം. ഈ BC എന്ന് പറയുന്ന വശത്തിന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. പരിഗണിക്കുന്ന ആംഗിളിൻ്റെ എതിർവശം എന്ന് നമ്മൾ പറയും, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ തീറ്റ. അതുപോലെ തന്നെ ഈ മട്ടത്രികോണത്തിലെ ഏറ്റവും നീളം കൂടിയ വശം AC എന്ന് പറയുന്നൊരു വശമുണ്ട്. ഈ AC എന്ന് പറയുന്ന വശത്തിന്, ഇതിൻ്റെ പ്രത്യേകത, ഈ മട്ടത്രികോണത്തിലെ ഏറ്റവും നീളം കൂടിയ വശമാണ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയും. അത് ഈ പരിഗണിക്കുന്ന ഈ ആംഗിളിനെ സംബന്ധിച്ചാണ്. AB അഡ്ജസൻറ്റ് സൈഡ്, BC ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് AC ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോയിൽ നമ്മൾ പറയുന്നത് ഈ മൂന്ന് വശങ്ങളുടെ ഇടയിൽ വരുന്ന അംശബന്ധമാണ്, റേഷ്യോ ആണ്, റിലേഷനാണ് നമ്മൾ ട്രിഗണോമെട്രിക്
റേഷ്യോസ്, ത്രികോണമിതി അംശബന്ധം എന്ന് നമ്മൾ പറയുന്നത്. അതായത് ആംഗിൾ തീറ്റ, എ എന്ന് പറയുന്ന ഭാഗത്തുള്ള ആംഗിൾ തീറ്റയെ സംബന്ധിച്ച് രണ്ട് വശങ്ങൾ ബി സി എന്ന് പറയുന്ന വശവും എ സി എന്ന് പറയുന്ന വശവും തമ്മിലുള്ള അംശബന്ധം അത് ഒരു ത്രികോണമിതി അംശബന്ധമാണ്. ബി സി ബൈ എ സി. അതുപോലെ തന്നെ എ ബി ബൈ എ സി. എ ബി എന്ന് പറയുന്ന വശം സമീപവശം, എ സി കർണം, എ സി അതും ഒരു ത്രികോണമിതി അംശബന്ധമാണ്. അതുപോലെ തന്നെ ബി സി ബൈ എ ബി, എതിർവശം ഡിവൈഡഡ് ബൈ സമീപവശം, ഇതും ഒരു ത്രികോണമിതി അംശബന്ധമാണ്. അതുപോലെ തന്നെ മറ്റ് വശങ്ങളുടെ ഇടയിലും അംശബന്ധങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് മിനിമം 6 ത്രികോണമിതി അംശബന്ധങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ഈ 3 വശങ്ങളുടെ ഇടയിലുള്ള റേഷ്യോ അംശബന്ധം നമ്മൾ ഇങ്ങനെ കണക്കാക്കും. ഈ രീതിയിൽ വശങ്ങളുടെ ഇടയിൽ എടുക്കുന്ന അംശബന്ധത്തിനെയാണ് നമ്മൾ ത്രികോണമിതി അംശബന്ധം അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. ഇവിടെ അംശബന്ധങ്ങൾ എടുത്തിരിക്കുന്നത് ബി സി ബൈ എ ബി, എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, എ സി ബൈ എ ബി, എ സി ഹൈപ്പട്ടന്യൂസ് ആണ്, ഹൈപ്പട്ടന്യൂസ് ഡിവൈഡഡ് ബൈ എ ബി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡാണ്. ഇവിടെ രണ്ട് വശങ്ങളുടെ ഇടയിൽ അംശബന്ധം എടുത്തിട്ടുണ്ട്. ബി സി ബൈ എ സി, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ്, എ ബി ബൈ ബി സി, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, എ ബി ബൈ എ സി, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ്. അതേപോലെ തന്നെ എ സി ബൈ ബി സി, ഹൈപ്പട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഈ രീതിയിൽ നമ്മൾ വശങ്ങളുടെ ഇടയിൽ എടുക്കുന്ന അംശബന്ധമാണ് ത്രികോണമിതി അംശബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു നമുക്ക് ഈ രീതിയിൽ മട്ടത്രികോണത്തിന്റെ പരിഗണിക്കുന്ന ഒരു ആംഗിളിനെ സംബന്ധിച്ച് മറ്റു 3 വശങ്ങളിൽ ഈ 2 വശങ്ങളുടെ ഇടയിലുള്ള ആംഗിളുകളെ നമുക്ക് ത്രികോണമിതി അംശബന്ധങ്ങളാക്കി എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് 6 തരത്തിൽ ത്രികോണമിതി അംശബന്ധങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും എന്നാണ് തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞത്. ആ ത്രികോണത്തിൽ അതായത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ബി സിയിൽ എങ്ങനെ നമുക്ക് ഈ റിലേഷനുകളെ പറയാം, അല്ലെങ്കിൽ റിലേഷനുകൾക്ക് എങ്ങനെ പേരുകൾ കൊടുക്കാം എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ബി സി കൺസിഡർ ചെയ്യുന്ന ആംഗിൾ എ ആണ്, ആംഗിൾ തീറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ ആംഗിൾ തീറ്റയെ സംബന്ധിച്ച് 2 വശങ്ങളുടെ റിലേഷൻ നമ്മൾ എടുക്കുകയാണ്. ഒന്നാമത്തത് ബി സി എന്ന് പറയുന്ന വശവും എ സി എന്ന് പറയുന്ന വശവും. എ സിയും ബി സിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എടുക്കാം. അതൊരു ത്രികോണമിതി അംശബന്ധമാണ് എന്ന് തൊട്ടു മുന്നേ പറഞ്ഞു. ബി സി ഡിവൈഡഡ് ബൈ എ സി, ഇവിടെ ഇങ്ങനെ എഴുതി ബി സി ഡിവൈഡഡ് ബൈ എ സി. നമുക്കറിയാം ആംഗിൾ തീറ്റയെ സംബന്ധിച്ച് ബി സി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്. അതുപോലെ തന്നെ എ സി എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഹൈപ്പട്ടന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഈ 2 റേഷ്യോ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ് എന്ന് പറയുന്ന ഒരു റേഷ്യോ നമുക്ക് എടുക്കാം. അതൊരു ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്. ആ റേഷ്യോയ്ക്ക് നമ്മൾ ഒരു പ്രത്യേക പേര് പറയും, സൈൻ ട്രിഗണോമെട്രിക് റേഷ്യോ ഓഫ് ആംഗിൾ തീറ്റ. നമ്മളിവിടെ പരിഗണിക്കുന്ന ആംഗിൾ തീറ്റയുടെ സൈൻ ത്രികോണമിതി അംശബന്ധം എന്ന് പറയും. ചുരുക്കി നമുക്കിങ്ങനെ എഴുതാം, സൈൻ തീറ്റ എന്ന് എഴുതാം. SIN, സൈൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. അപ്പം സൈൻ ട്രിഗണോമെട്രിക് റേഷ്യോ ഓഫ് ആംഗിൾ തീറ്റ അത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ് ആണ്. അതുപോലെ മറ്റ് 2 വശങ്ങൾ, അതിലൊരു വശം എ ബി, രണ്ടാമത്തെ വശം എ സി. എ ബി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡാണ് ആംഗിൾ തീറ്റയുടെ. അഡ്ജസൻറ്റ് സൈഡാണ് എ ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എ സി എന്ന് പറയുന്നത് കർണമാണ്. എ ബി ബൈ എ സി, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ്. ഇതും ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്. അതിന് നമ്മൾ കൊസൈൻ ട്രിഗണോമെട്രിക് റേഷ്യോ ഓഫ് ആംഗിൾ തീറ്റ അല്ലെങ്കിൽ
കോസ് തീറ്റ എന്ന് ചുരുക്കി പറയും. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്ന ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ ഉണ്ട്. അതിങ്ങനെയാണ് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ്. അതുപോലെ തന്നെ വേറൊരു അംശബന്ധമാണ് ബി സി എന്ന് പറയുന്ന വശവും എ ബി എന്ന് പറയുന്ന വശവും. ബി സി ഓപ്പോസിറ്റ് സൈഡാണ്, എ ബി അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്ന ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ. ആ ട്രിഗണോമെട്രിക് റേഷ്യോയെ നമുക്ക് ഇങ്ങനെ പറയാം, ടാൻജൻറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ ഓഫ് ആംഗിൾ തീറ്റ. തീറ്റ ആംഗിളിൻ്റെ ടാൻജൻറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ, ചുരുക്കി നമുക്ക് ടാൻ തീറ്റ എന്ന് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. 3 ട്രിഗണോമെട്രിക് റേഷ്യോസ്. വീണ്ടും 3 ട്രിഗണോമെട്രിക് റേഷ്യോകളുണ്ട്. ഈ 3 ട്രിഗണോമെട്രിക് റേഷ്യോകൾ, രണ്ടാമത് വരുന്ന 3 ട്രിഗണോമെട്രിക് റേഷ്യോകൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ 3 ട്രിഗണോമെട്രിക് റേഷ്യോകളുടെ റെസിപ്രോക്കൽസ് ആണ്, വിൽക്രമങ്ങൾ ആണ്. അതായത് ഒന്നാമത്തെ റേഷ്യോ ബി സി ബൈ എ സി ആണ് പറഞ്ഞത്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ്, അതിൻ്റെ വിൽക്രമമാണ് ഹൈപ്പട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. എ സി ഡിവൈഡഡ് ബൈ ബി സി എന്ന് പറയുന്നത്, എ സി ബൈ ബി സി എന്ന് പറയുന്നത്, അതായത് ഹൈപ്പട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇതും ഒരു ത്രികോണമിതി അംശബന്ധമാണ്. ഈ ത്രികോണമിതി അംശബന്ധത്തിൽ നമുക്ക് കൊസീക്കൻറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ ഓഫ് ആംഗിൾ തീറ്റ എന്ന് പറയും, ചുരുക്കി കൊസീക്ക് തീറ്റ എന്ന് പറയും. അതുപോലെ തന്നെ രണ്ടാമത്തെ ത്രികോണമിതി അംശബന്ധമായിരുന്നു എ ബി ബൈ എ സി. അതിൻ്റെ വിൽക്രമമാണ് എ സി ബൈ എ ബി, അതായത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ്. അതിൻ്റെ വിൽക്രമം ഹൈപ്പട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഹൈപ്പട്ടന്യൂസ് എ സി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എ ബി. അതിന് നമ്മൾ സീക്കൻറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ ഓഫ് ആംഗിൾ തീറ്റ, സീക്ക് തീറ്റ എന്ന് പറയും. ആറാമത് വരുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് മൂന്നാമത് പറഞ്ഞിട്ടുള്ള ടാൻ തീറ്റ എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് റേഷ്യോയുടെ വിൽക്രമം. ടാൻ ട്രിഗണോമെട്രിക് റേഷ്യോ ഓഫ് ആംഗിൾ തീറ്റ ഇങ്ങനെയാണ് പറഞ്ഞത്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതിൻ്റെ വിൽക്രമം റെസിപ്രോക്കൽ എന്ന് പറയുമ്പം അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് എ ബി ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബി സി എന്ന് പറയും. അതിനെ കോ ടാൻജൻറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ ഓഫ് ആംഗിൾ തീറ്റ, ചുരുക്കി കോട്ട് തീറ്റ എന്ന് പറയും. അപ്പം ഇത്രയുമാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ്, ത്രികോണമിതി അംശബന്ധങ്ങൾ. ഒരു മട്ടത്രികോണത്തിലെ നമ്മൾ പരിഗണിക്കുന്ന ന്യൂനകോണിനെ സംബന്ധിച്ച് വശങ്ങളുടെ ഇടയിൽ വരുന്ന ട്രിഗണോമെട്രിക് റേഷ്യോസ്, ത്രികോണമിതി അംശബന്ധങ്ങൾ എന്ന് പറയുന്നത് അത് 6 എണ്ണമുണ്ട്. അത് അംശബന്ധങ്ങളാണ് സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക് ആൻഡ് കോട്ട് എന്ന് പറയുന്ന 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് വശങ്ങളുടെ ഇടയിലുള്ള അംശബന്ധങ്ങളാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി റേഷ്യോസ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി റേഷ്യോസ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 6 റേഷ്യോകളുടെ ഇടയിൽ വരുന്ന ബന്ധങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൊസീക്ക് തീറ്റ ആൻഡ് സൈൻ തീറ്റ. കൊസീക്ക് തീറ്റ ആൻഡ് സൈൻ തീറ്റ. നമ്മളിവിടെ 4ാമത്തെ ട്രിഗണോമെട്രിക് റേഷ്യോ പറഞ്ഞു, കൊസീക്ക് തീറ്റ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നാമത്തെ ട്രിഗണോമെട്രിക് റേഷ്യോ സൈൻ തീറ്റയുടെ വിൽക്രമമാണ് കൊസീക്ക് തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ് ആണ്. കൊസീക്ക് തീറ്റ എന്ന് പറയുന്നത് വിൽക്രമം ഹൈപ്പട്ടന്യൂസ് മുകളിലേക്ക് പോകും, ഓപ്പോസിറ്റ് സൈഡ് താഴേക്ക് വരും. അപ്പം ഹൈപ്പട്ടന്യൂസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതാണ് ഒന്നാമത്തെ റേഷ്യോ എന്ന് പറയുന്നത്, ഒന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നത്, കൊസീക്ക് തീറ്റയും സൈൻ തീറ്റയും. അപ്പോൾ കൊസീക്ക് തീറ്റ ഈക്വൽ ടു 1 ബൈ സൈൻ തീറ്റ, അല്ലെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു 1 ബൈ കൊസീക്ക് തീറ്റ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ റിലേഷൻ ആണ് സീക്ക് തീറ്റയും കോസ് തീറ്റയും. നമ്മളിവിടെ 5ാമത്തെ റിലേഷൻ സീക്കൻറ്റ് തീറ്റ പറഞ്ഞു, കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ്. അതുപോലെ തന്നെ സീക്ക് തീറ്റ ഈക്വൽ ടു ഹൈപ്പട്ടന്യൂസ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, റെസിപ്രോക്കൽ ഓഫ് കോസ് തീറ്റ. അതായത് സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ
കോസ് തീറ്റ, സീക്ക് തീറ്റ ഈക്വൽ ടു 1 ബൈ കോസ് തീറ്റ, അല്ലെങ്കിൽ കോസ് തീറ്റ ഈക്വൽ ടു 1 ബൈ സീക്ക് തീറ്റ എന്ന് പറയാം. അതുപോലെ തന്നെ ആറാമത്തെ ട്രിഗണോമെട്രിക് റേഷ്യോ കോ ടാൻജന്റ് പറഞ്ഞു. അത് മൂന്നാമത്തെ ട്രിഗണോമെട്രിക് റേഷ്യോ ടാൻ ട്രിഗണോമെട്രിക് റേഷ്യോയുടെ റെസിപ്രോക്കൽ ആണ്. ടാൻ ട്രിഗണോമെട്രിക് റേഷ്യോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. കോട്ട് ട്രിഗണോമെട്രിക് റേഷ്യോ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പം കോട്ട് തീറ്റ ഈക്വൽ ടു 1 ബൈ ടാൻ തീറ്റ, അല്ലെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു 1 ബൈ കോട്ട് തീറ്റ. ഇതാണ് റേഷ്യോകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കൊസീക്ക് തീറ്റ ഈക്വൽ ടു 1 ബൈ സൈൻ തീറ്റ, അല്ലെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു 1 ബൈ കൊസീക്ക് തീറ്റ. സീക്ക് തീറ്റ ഈക്വൽ ടു 1 ബൈ കോസ് തീറ്റ, അല്ലെങ്കിൽ കോസ് തീറ്റ ഈക്വൽ ടു 1 ബൈ സീക്ക് തീറ്റ. കോട്ട് തീറ്റ ഈക്വൽ ടു 1 ബൈ ടാൻ തീറ്റ, അല്ലെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു 1 ബൈ കോട്ട് തീറ്റ എന്ന് പറയും. അതുപോലെ തന്നെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറയുന്ന ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ് ആണ്. അതായത് ബി സി ബൈ എ സി, ബി സി ബൈ എ സി, സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ്. അതുപോലെ തന്നെ കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എ ബി ആണ്, എ ബി ബൈ എ സി എന്ന് നമുക്ക് പറയും. അതുപോലെ തന്നെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ബി സി ബൈ എ സി ഡിവൈഡഡ് ബൈ എ ബി ബൈ എ സി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എടുത്തു കഴിയുമ്പം രണ്ടിൻ്റെയും ഡിനോമിനേറ്ററുകൾ ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി ബി സിയും എ ബി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എ സി ക്യാൻസൽ ചെയ്തു പോകും, ഹൈപ്പട്ടന്യൂസ് ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി ബി സി ബൈ എ ബി എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ബി സി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്. അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡാണ്. ഈ രണ്ട് വശങ്ങൾ തമ്മിലുള്ള റിലേഷൻ ട്രിഗണോമെട്രിക് റേഷ്യോ ടാൻ തീറ്റയാണ്. അതുകൊണ്ട് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറയുന്ന ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ കൂടി ഉണ്ട്. തൊട്ട് മുന്നേ പറഞ്ഞത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി റേഷ്യോസ് സൈൻ തീറ്റ ഈക്വൽ ടു 1 ബൈ കൊസീക്ക് തീറ്റ, സൈൻ തീറ്റ ഈക്വൽ ടു 1 ബൈ കൊസീക്ക് തീറ്റ, ഓർ കൊസീക്ക് തീറ്റ. കൊസീക്ക് തീറ്റ ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ സൈൻ തീറ്റ വലതുവശത്തേക്ക് വരും. അപ്പം കൊസീക്ക് തീറ്റ ഈക്വൽ ടു 1 ബൈ സൈൻ തീറ്റ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ്. അല്ലെങ്കിൽ സൈൻ തീറ്റ ഇൻറ്റു കൊസീക്ക് തീറ്റ ഈക്വൽ ടു 1. സൈൻ തീറ്റയും കൊസീക്ക് തീറ്റയും ഗുണിച്ചു കഴിഞ്ഞാൽ 1 എന്നാണ് കിട്ടുക. സൈൻ തീറ്റ ഇൻറ്റു കൊസീക്ക് തീറ്റയ്ക്ക് പകരം 1 ബൈ സൈൻ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ ക്യാൻസൽ ചെയ്തു പോകും, ബാക്കി 1 ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സൈൻ തീറ്റയ്ക്ക് പകരം 1 ബൈ കൊസീക്ക് തീറ്റ എന്നാണ് കൊടുക്കുന്നതെങ്കിലും കൊസീക്ക് ക്യാൻസൽ ചെയ്യും, അപ്പോൾ 1 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈ റെസിപ്രോക്കൽ റിലേഷനുള്ള ട്രിഗണോമെട്രിക് റേഷ്യോകൾ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. അതായത് കോസ് തീറ്റയും സീക്ക് തീറ്റയും റെസിപ്രോക്കൽ റിലേഷൻസ് ആണ്. അപ്പോൾ കോസ് തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ ഈക്വൽ ടു 1, കോസ് തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ ഈക്വൽ ടു 1. ഇതും കൂടെ പഠിക്കാനുണ്ട്. കോസ് തീറ്റ ഈക്വൽ ടു 1 ബൈ സീക്ക് തീറ്റ, അല്ലെങ്കിൽ സീക്ക് തീറ്റ ഈക്വൽ ടു 1 ബൈ കോസ് തീറ്റ. അതുകൊണ്ടാണ് കോസ് തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ ഈക്വൽ ടു 1. അതുപോലെ തന്നെ കോട്ട് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ഈക്വൽ ടു 1. കാരണം കോട്ട് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ ടാൻ തീറ്റയാണ്, അല്ലെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് 1 ബൈ കോട്ട് തീറ്റയാണ്. അപ്പോൾ രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു മട്ടത്രികോണത്തിനെ സംബന്ധിച്ച് പൈതഗോറിയൻ റിലേഷൻസ് എങ്ങനെയാണ്, പൈതഗോറസ് തിയറം എങ്ങനെ നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോയുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് സാധിക്കും എന്നാണ് നോക്കുന്നത്. ഒരു മട്ടത്രികോണം എ ബി സി ഇവിടെ തന്നിട്ടുണ്ട്. ഈ മട്ടത്രികോണം എ ബി സിയെ സംബന്ധിച്ച് എ ബി എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ആണ്. അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്നത് ആ മട്ടത്രികോണത്തിൻ്റെ ഹൈറ്റ് ആണ്. അതുപോലെ തന്നെ എ സി എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പട്ടന്യൂസ് ആണ്. നമുക്കറിയാം, നേരത്തെ പഠിച്ചിട്ടുണ്ട്, പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു അതിൻ്റെ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ് എന്നറിയാം. അതായത് ഹൈപ്പട്ടന്യൂസ് എ സി ആണ്, ഹൈപ്പട്ടന്യൂസ് എ സി സ്ക്വയർ ഈക്വൽ ടു ബേസ് എ ബി സ്ക്വയർ പ്ലസ് ഹൈറ്റ് ബി സി സ്ക്വയർ. അപ്പോൾ ഏതൊരു മട്ടത്രികോണത്തിനെ സംബന്ധിച്ചും ഈ പൈതഗോറസ് തിയറം സെയിം ആണ്, അത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഈ തന്നിട്ടുള്ള മട്ടത്രികോണം എ ബി സിയിൽ
AC² ഈക്വൽ ടു AB² പ്ലസ് BC². ആ പറയുന്ന ഇക്വേഷനെ നമ്മൾ ആദ്യത്തെ ടേം AC² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇക്വേഷനിലെ 3 ടേമുകളെയും AC² കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെ വരും. AC² ഡിവൈഡഡ് ബൈ AC² ഈക്വൽ ടു രണ്ടാമത്തെ ടേം AB² ഡിവൈഡഡ് ബൈ AC² പ്ലസ് മൂന്നാമത്തെ ടേം BC² ബൈ AC². എല്ലാ ടേമുകളെയും AC² കൊണ്ട് ഡിവൈഡ് ചെയ്തു. AC² ഡിവൈഡ് ബൈ AC² ഈക്വൽ ടു 1. AB² ബൈ AC² എന്നുള്ളത് AB ബൈ AC ഹോൾ സ്ക്വയർ എന്ന് എഴുതി. AB ബൈ AC ഹോൾ സ്ക്വയർ പ്ലസ് BC ബൈ AC ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇപ്പോൾ രണ്ട് വശങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെയുള്ളത്. AB ബൈ AC. AB എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡാണ്. AC എന്ന് പറയുന്നത് കർണമാണ്. അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പർടെന്യൂസ് എന്ന് പറയുന്ന ട്രിഗണോമെട്രി റേഷ്യോ നമ്മൾ നേരത്തെ പഠിച്ചു. അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പർടെന്യൂസ് ഈക്വൽ ടു കോസ് തീറ്റ. അപ്പോൾ നമ്മൾ AB ബൈ ACക്ക് പകരം കോസ് തീറ്റ സ്ക്വയർ അവിടെയുണ്ട്. പ്ലസ് BC ബൈ AC. BC ഓപ്പോസിറ്റ് സൈഡാണ്. AC ഹൈപ്പർടെന്യൂസ് ആണ്. അപ്പം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പർടെന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പർടെന്യൂസ് സൈൻ തീറ്റയാണ്. അപ്പം BC ബൈ AC ഈക്വൽ ടു സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. അപ്പം 1 ഈക്വൽ ടു കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് നമുക്ക് പൈതഗോറിയൻ റിലേഷനിൽ എഴുതാനായിട്ട് സാധിക്കും. പൈതഗോറിയൻ റിലേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് എഴുതാം. മറ്റൊരു പൈതഗോറിയൻ റിലേഷൻ കൂടി നമുക്ക് ഡിറൈവ് ചെയ്യാം. അതായത് നമുക്കറിയാം പൈതഗോറിയൻ റിലേഷൻ പ്രകാരം തന്നിട്ടുള്ള മട്ടത്രികോണം ABCയിൽ AC² ഈക്വൽ ടു AB² പ്ലസ് BC സ്ക്വയർ ഹൈപ്പർടെന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ ആദ്യത്തെ ടേം AC² കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് ഇക്വേഷനെ AB² കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ AB² കൊണ്ട് എല്ലാ പാർട്ടുകളെയും ഡിവൈഡ് ചെയ്യുമ്പം ഇങ്ങനെ വരും. AC² ബൈ AB² ഈക്വൽ ടു AB² ബൈ AB² പ്ലസ് BC² ബൈ AB². AC² ബൈ AB² ഈക്വൽ ടു AC ബൈ AB ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഈക്വൽ ടു AB² ബൈ AB² ഈക്വൽ ടു 1 പ്ലസ് BC ബൈ AB ഹോൾ സ്ക്വയർ. BC ബൈ AB ഹോൾ സ്ക്വയർ. നമുക്കിനി ഇതിനെ ട്രിഗണോമെട്രിക് റേഷ്യോ ആക്കി എഴുതാം. AC ബൈ AB. AC എന്ന് പറയുന്നത് ഹൈപ്പർടെന്യൂസ് ആണ്. AB എന്ന് പറയുന്ന അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പം AC ബൈ AB ഈക്വൽ ടു ഹൈപ്പർടെന്യൂസ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഹൈപ്പർടെന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നുള്ള ട്രിഗണോമെട്രിക് റേഷ്യോ നമ്മൾ സീക്ക് ട്രിഗണോമെട്രിക് റേഷ്യോ എന്നാണ് പറയുന്നത്. അപ്പം AC ബൈ ABക്ക് പകരം സീക്ക് എഴുതാം. സ്ക്വയർ അവിടെ ഇട്ടു. ഈക്വൽ ടു 1 പ്ലസ് BC ബൈ AB. BC ഓപ്പോസിറ്റ് സൈഡാണ്. AB അഡ്ജസൻറ്റ് സൈഡാണ്. BC ബൈ AB ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ടു ടാൻ തീറ്റയാണ്. പകരം നമ്മൾ ടാൻ തീറ്റ എന്ന് എഴുതി. ഹോൾ സ്ക്വയർ. സീക്ക് തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് ടാൻ തീറ്റ ഹോൾ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ഇപ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അല്ലെങ്കിൽ ഈ ടാനിനെ ഇടതുവശത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ മൂന്നാമതൊരു പൈതഗോറിയൻ റിലേഷനാണ്. സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. AC² ഈക്വൽ ടു AB² പ്ലസ് BC². നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ AC² കൊണ്ട് ഡിവൈഡ് ചെയ്തു. രണ്ടാമത്തെ ഇക്വേഷനിൽ AB² കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനിൽ BC² കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാ പാർട്ടുകളെയും അല്ലെങ്കിൽ ഇക്വേഷനിലെ എല്ലാ പാർട്ടുകളെയും BC² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ ഇങ്ങനെ വരും. AC² ബൈ BC² ഈക്വൽ ടു AB² ബൈ BC² പ്ലസ് BC² ബൈ BC². AC² ബൈ AB² എങ്ങനെ എഴുതാം? AC ബൈ AB ഹോൾ സ്ക്വയർ ഈക്വൽ ടു AB ബൈ BC ഹോൾ സ്ക്വയർ പ്ലസ് 1. AC ബൈ BC അതായത് AC ബൈ BC എന്ന് പറയുമ്പോൾ ഹൈപ്പർടെന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പർടെന്യൂസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് കൊസീക്ക് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്.
തീറ്റയാണ് ആംഗിൾ, അതുകൊണ്ട് കൊസീക് തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ ബി ബൈ ബി സി, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അത് കോട്ട് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്. അപ്പോൾ എ ബി ബൈ ബി സിക്ക് പകരം കോട്ട് തീറ്റ എന്ന് എഴുതാം, ഹോൾ സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു 1. കൊസീക് തീറ്റ ഹോൾ സ്ക്വയർ കൊസീക് സ്ക്വയർ തീറ്റ, കോട്ട് തീറ്റ ഹോൾ സ്ക്വയർ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് എഴുതി. അപ്പോൾ നമ്മൾ കോട്ട് സ്ക്വയർ തീറ്റ ഇടതുവശത്ത് കൊണ്ടുവന്ന് കഴിയുമ്പം കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് എഴുതാം. നമുക്ക് ഈ ഇക്വേഷനും എല്ലാം കൂടെ ചുരുക്കി ഇങ്ങനെ എഴുതാം. ഒന്നാമത് പറഞ്ഞത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ വലതുവശത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ, അല്ലെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ വലതുവശത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഈ രണ്ട് ഇക്വേഷൻ കൂടി നമുക്ക് ഡിറൈവ് ചെയ്യാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷനിൽ നിന്നും. രണ്ടാമത്തെ പൈതഗോറിയൻ റിലേഷൻ ആണ് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നുള്ളത്. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, അല്ലെങ്കിൽ ചുരുക്കി നമുക്ക് ഇങ്ങനെ എഴുതാം, സി സ്ക്വയർ തീറ്റ അവിടെ നിർത്തി മൈനസ് ടാൻ സ്ക്വയർ തീറ്റ വലതുവശത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ, സീക്ക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ, അല്ലെങ്കിൽ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ. മൂന്നാമത്തെ പൈതഗോറിയൻ റിലേഷൻ ആയിരുന്നു കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നുള്ളത്, അല്ലെങ്കിൽ കൊസീക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ, ഓർ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽ ടു കോട്ട് സ്ക്വയർ തീറ്റ എന്നുള്ളത്. അപ്പം ഈ 9 ഇക്വേഷനുകളാണ് പൈതഗോറിയൻ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം വശങ്ങളുടെ ട്രിഗണോമെട്രിക് റേഷ്യോകളിൽ നിന്ന്, വശങ്ങളുടെ റേഷ്യോകൾ പഠിക്കുന്നതിനോട് കൂടി തന്നെ ഈ പൈതഗോറിയൻ റിലേഷൻ കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ട്രിഗണോമെട്രിക് റേഷ്യോയിൽ നമ്മുടെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അടുത്തൊരു ചെറിയ ഭാഗമാണ് വാല്യൂസ് ഓഫ് സം പർട്ടിക്കുലർ ആംഗിൾസ്. ചില പ്രത്യേക ആംഗിൾ വാല്യൂകൾ എത്രത്തോളം ഉണ്ടായിരിക്കുമെന്നുള്ളത്. നമ്മളിവിടെ ട്രിഗണോമെട്രിക് റേഷ്യോയിൽ കൺസിഡർ ചെയ്ത ഒരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൽ ഒരു കോണ് 90 ഡിഗ്രി, മറ്റ് രണ്ട് കോണുകൾ ന്യൂനകോണുകളാണ്, 90 ഡിഗ്രിക്ക് താഴെയുള്ള കോണുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മാക്സിമം വരുന്നത് 90 ഡിഗ്രി ആംഗിളാണ്. അപ്പോൾ നമ്മൾ 90 ഡിഗ്രി ആംഗിൾ വരുന്നതിൽ ചില പ്രത്യേക ആംഗിളുകളുടെ വാല്യൂകൾ എത്രയാണ് എന്നാണ് എഴുതിയിട്ടുള്ളത്. 0 മുതൽ 1, 2, 3 തൊട്ട് 89, 90 വരെ ആംഗിളുകൾ ഇവിടെ വരുന്നുണ്ട് ഈ മട്ടത്രികോണത്തിൽ. അതിൽ ചില പ്രത്യേക ആംഗിളുകളുടെ വാല്യൂകൾ മാത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇത് കാണാപ്പാഠം പഠിക്കാനുള്ള എളുപ്പമാണ്. അതിൽ ആംഗിളുകൾ പറയുന്നത് 0 ഡിഗ്രി ആംഗിൾ, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി, അതായത് 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ആംഗിളുകളുടെ വാല്യൂ ആണ് ഇവിടെ പറയുന്നത്. 0, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ട്രിഗണോമെട്രി റേഷ്യോ എടുക്കുന്നത് ആദ്യത്തെ 3 റേഷ്യോകൾ മാത്രം, അതായത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. മറ്റു 3 റേഷ്യോകൾ കൊസീക്ക്, സീക്ക് ആൻഡ് കോട്ട് തീറ്റ എന്ന് പറയുന്ന റേഷ്യോകൾ ഈ പറയുന്ന റേഷ്യോകളുടെ വിൽക്രമങ്ങളായിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ വാല്യൂസ് എടുക്കുന്നതിന് വേണ്ടി വിൽക്രമങ്ങൾ എടുത്താൽ മതി. അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രൈമറി ട്രിഗണോമെട്രിക് റേഷ്യോകളിൽ മാത്രം വാല്യൂസ് കൊടുക്കുന്നത്. ഇപ്പോൾ 0 ഡിഗ്രി, സൈൻ 0 ഡിഗ്രിയുടെ വാല്യൂ 0 തന്നെയാണ്. അതുപോലെ തന്നെ സൈൻ 30 ഡിഗ്രിയുടെ വാല്യൂ 1/2, സൈൻ 45 ഡിഗ്രിയുടെ വാല്യൂ 1/√2, സൈൻ 60 ഡിഗ്രി √3/2, അതുപോലെ തന്നെ സൈൻ 90 ഡിഗ്രിയുടെ വാല്യൂ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 0, 1/2, 1/√2, √3/2, 1 ആംഗിളുകളുടെ വാല്യൂ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തത് കോസ് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് കൊടുത്തിട്ടുള്ളത്. കോസ് ട്രിഗണോമെട്രിക് റേഷ്യോയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെയും വാല്യൂ തുടങ്ങുന്നത് 0, 30, 45, 60, 90 എന്നുള്ള രീതിയിലാണ് വാല്യൂ നമ്മൾ പോകുന്നത്. നമ്മുടെ സൈൻ ട്രിഗണോമെട്രിക് റേഷ്യോയിൽ 0 മുതൽ 90 വരെ ഉണ്ടായിരുന്ന വാല്യൂകളുടെ പ്രത്യേകത അത് 0യിൽ നിന്നും 1ലേക്ക് ഇൻക്രീസ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പം കോസ് ട്രിഗണോമെട്രിക് റേഷ്യോയിൽ ഈ വാല്യൂകൾ 1ൽ നിന്നും 0യിലേക്ക് ഡിക്രീസ് ചെയ്ത് വരുന്നു. കോസിൻ്റെ വാല്യൂ 1ൽ നിന്നും 0യിലേക്ക് ഡിക്രീസ് ചെയ്ത് വരും, ആംഗിളിൻ്റെ വാല്യൂ 0യിൽ നിന്നും 90യിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ സൈനിൻ്റെ വാല്യൂ 0യിൽ നിന്ന് 90യിലേക്ക് ആംഗിൾ എത്തുമ്പോൾ വാല്യൂ 0യിൽ നിന്ന് 1ലേക്ക് ഇൻക്രീസ് ചെയ്യും,
കോസിൻ്റെ ആംഗിളിൻ്റെ വാല്യൂ 0-ൽ നിന്ന് 90-ലേക്ക് പോകുമ്പം ആംഗിളിൻ്റെ വാല്യൂ 1-ൽ നിന്നും 0-ലേക്ക് ഡിക്രീസ് ചെയ്തുകൊണ്ട് വരികയും ചെയ്യും. അപ്പോൾ കോസ് 0യുടെ വാല്യൂ സൈൻ 90യുടെ വാല്യൂ എത്രയായിരുന്നു? അത് തന്നെയാണ്. സൈൻ 90 1 കോസ് 0 1. അതുപോലെ തന്നെ കോസ് 30യുടെ വാല്യൂ സൈൻ 60യുടെ വാല്യൂ ആയിട്ടുള്ള √3/2 ആണ്. അതുപോലെ തന്നെ കോസ് 45ൻ്റെ വാല്യൂ സൈൻ 45ൻ്റെ വാല്യൂ ആയ 1/√2. കോസ് 60യുടെ വാല്യൂ സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. അതുപോലെ തന്നെ കോസ് 90യുടെ വാല്യൂ സൈൻ 0യുടെ വാല്യൂ 0 ആണ്. ഇനി വരുന്നത് ടാൻ ട്രിഗണോമെട്രിക് റേഷ്യോ. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് ടാൻ തീറ്റ. അപ്പോൾ സൈൻ 0യുടെ ടാൻ 0യുടെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ 0 ബൈ കോസ് 0. സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. അപ്പം സൈൻ 0 ബൈ കോസ് 0 ഈക്വൽ ടു 0/1. 0/1 ഈക്വൽ ടു 0. അതുപോലെ തന്നെ ടാൻ 30 ഈക്വൽ ടു സൈൻ 30 ബൈ കോസ് 30. അതായത് 1/2 ഡിവൈഡ് ബൈ √3/2 ഈക്വൽ ടു 1/√2. 2/2 ക്യാൻസൽ ചെയ്ത് പോകും. 1/√3 എന്ന് കിട്ടും. 1/√3 എന്ന് കിട്ടും. അതുപോലെ തന്നെ ടാൻ 45 ഈക്വൽ ടു സൈൻ 45 ഡിവൈഡ് ബൈ കോസ് 45. 1/√2 ഡിവൈഡ് ബൈ 1/√2 ഈക്വൽ ടു 1. അതുപോലെ തന്നെ ടാൻ 60 സൈൻ 60 ബൈ കോസ് 60. √3/2 ഡിവൈഡ് ബൈ 1/2. 1/2 ക്യാൻസൽ ചെയ്തു, ബാക്കി √3 എന്ന് കിട്ടും. അതുപോലെ തന്നെ കോസ് 90 ഈക്വൽ ടു സൈൻ 90 ബൈ കോസ് 90. 1 ഡിവൈഡ് ബൈ 0. 1/0 ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് 2-3 എക്സാമ്പിൾസ്. ഈ പറയുന്ന ട്രിഗണോമെട്രിക് റേഷ്യോകൾ, അതായത് 10-12 ട്രിഗണോമെട്രിക് റേഷ്യോകളും റിലേഷൻസ് ഇപ്പം പഠിച്ചു. ഈ റിലേഷൻസ് വെച്ചുകൊണ്ട് 2-3 പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ചോദ്യം എങ്ങനെയാണ്? ഇഫ് സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 1/2 ഫൈൻഡ് ദി വാല്യൂ ഓഫ് സൈൻ 60 ഡിഗ്രി. സൈൻ 30 ഡിഗ്രിയുടെ വാല്യൂ 1/2 ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 60 ഡിഗ്രി. സൈൻ 60 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു മട്ടത്രികോണം, നമ്മുടെ റിലേഷനൊക്കെ മട്ടത്രികോണത്തിനാണ് ഉള്ളത്. അപ്പോൾ മട്ടത്രികോണം ABC വരച്ചു. ABC വരച്ചു. ബി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ 30 ഡിഗ്രി, രണ്ടാമത്തെ ആംഗിൾ 60 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്ത്. കാരണം 30 ഡിഗ്രിയുടെ ഒരു റിലേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. 60 ഡിഗ്രിയുടെ റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ആംഗിള്, രണ്ട് അക്യൂട്ട് ആംഗിൾ ഉണ്ട്. ഒരു അക്യൂട്ട് ആംഗിൾ 30 ഡിഗ്രി എന്നും രണ്ടാമത്തെ അക്യൂട്ട് ആംഗിൾ 60 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം സൈൻ 60 നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ റിലേഷൻ നമുക്കുണ്ട്. സൈൻ ആംഗിൾ സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ് ആണ്. നമുക്കിവിടെ ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടില്ല, BC എന്നുള്ളത് തന്നിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ പൈതഗോറിയൻ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് BC എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. AB ഉണ്ട്. അതായത് സൈൻ 30 ഓപ്പോസിറ്റ് സൈഡ് AB ആണ്. 1 തന്നിട്ടുണ്ട്. ഹൈപ്പട്ടന്യൂസ് AC ആണ്, 2 എന്നും തന്നിട്ടുണ്ട്. അതങ്ങനെയാണ് 1/2 എന്ന് കിട്ടിയത്. സൈൻ 60യുടെ ഓപ്പോസിറ്റ് സൈഡ് BC ആണ്. അത് തന്നിട്ടില്ല നമുക്ക്. അപ്പോൾ സൈൻ 60 കണ്ടുപിടിക്കണമെങ്കിൽ ആ BCയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിട്ടുള്ള ഈ രണ്ട് വാല്യൂകളിൽ നിന്നും BC കണ്ടുപിടിക്കണം. മട്ടത്രികോണമാണ് നമ്മളിവിടെ പൈതഗോറിയൻ റിലേഷൻ ഉപയോഗിക്കുക. പൈതഗോറിയൻ റിലേഷൻ പ്രകാരം ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ, അതായത് AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്നറിയാം. AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. AC നമുക്ക് തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AB 1 തന്നിട്ടുണ്ട്. BC തന്നിട്ടില്ല. BC നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം BC സ്ക്വയറിനെ അവിടെ നിർത്തി AB സ്ക്വയറിനെ ഇടതുവശത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാകും. AC സ്ക്വയർ മൈനസ് AB സ്ക്വയർ ഈക്വൽ ടു BC സ്ക്വയർ, അല്ലെങ്കിൽ BC സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ മൈനസ് AB സ്ക്വയർ. AC എന്നുള്ളത് 2 ആണ്. 2 സ്ക്വയർ മൈനസ് AB എന്നുള്ളത് 1 ആണ്. 1 സ്ക്വയർ 2 സ്ക്വയർ 4, 4 മൈനസ് 1 3 എന്ന് കിട്ടും. BC സ്ക്വയർ 3. അതുകൊണ്ട് BC ആണ് വേണ്ടത്. BC ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3. നമ്മൾ ഈ BC ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 3 എന്നുള്ളത് ഇവിടെ കൊടുക്കാം. √3 എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് സൈൻ 60 ആണ്.
സൈൻ 60യുടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്, അത് √3 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ് എ സി ആണ് 2. അപ്പോൾ 2 വാല്യൂകളുണ്ട്. അപ്പോൾ സൈൻ 60 നമുക്ക് ഇങ്ങനെ എഴുതാം, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ബി സി √3 ഡിവൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ് 2. സൈൻ 60 ഈക്വൽ ടു √3/2 എന്ന് കിട്ടും. രണ്ടാമതൊരു സൈൻ പ്രോബ്ലം തന്നെയാണുള്ളത്. ഇഫ് cos 60 ഈക്വൽ ടു 3/5 ഫൈൻഡ് അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ്. കോസ് തീറ്റ എന്ന് പറയുന്നത് 3/5 ആണെങ്കിൽ മറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോകൾ കണ്ടുപിടിക്കണം. ട്രിഗണോമെട്രിക് റേഷ്യോകൾ 6 എണ്ണമാണുള്ളത്. അതിൽ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ കോസ് തീറ്റ എന്ന് പറയുന്നത് 3/5 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ സൈൻ തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ എന്ന് പറയുന്ന മറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോകൾ കൂടി കണ്ടുപിടിക്കണം. തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന പോലെ നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഏതെങ്കിലും ഒരു അക്യൂട്ട് ആംഗിൾ, നമ്മുടെ എയിൽ വരുന്ന അക്യൂട്ട് ആംഗിൾ തീറ്റ എന്ന് കൺസിഡർ ചെയ്തു. ഇപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞ ട്രിഗണോമെട്രിക് റേഷ്യോ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് എ ബി ബൈ ഹൈപ്പട്ടന്യൂസ് എ സി. അത് 3/5 തന്നിട്ടുണ്ട്. അതായത് അഡ്ജസൻറ്റ് സൈഡ് 3 ആണ്, ഹൈപ്പട്ടന്യൂസ് 5 ആണ് തന്നിട്ടുണ്ട്. അത് നമ്മളവിടെ അപ്ലൈ ചെയ്യുക. 3/5 എന്ന് അപ്ലൈ ചെയ്യാം. മറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടി കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ സൈനിൻ്റെയും അതുപോലെ തന്നെ ടാനിൻ്റെയൊക്കെ റിലേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനുവേണ്ടി നമുക്ക് പൈതഗോറിയൻ റിലേഷൻ ഇവിടെ ഉപയോഗിക്കാം. പൈതഗോറിയൻ റിലേഷൻ പ്രകാരം നമുക്കറിയാം ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്പോസിറ്റ് സൈഡാണ് എ സി സ്ക്വയർ ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ബി സി സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പട്ടന്യൂസ് എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ എന്നെടുക്കാം. എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ. എ സി 5 എന്ന് തന്നിട്ടുണ്ട്. എ സി സ്ക്വയർ 5 സ്ക്വയർ 25 ആണ്. മൈനസ് എ ബി എന്ന് പറയുന്നത് 3 ആണ്. എ ബി സ്ക്വയർ 3 സ്ക്വയർ 9. അപ്പോൾ 25 മൈനസ് 9 16 എന്ന് കിട്ടും. ബി സി സ്ക്വയർ 16 എന്ന് കിട്ടി. അതുകൊണ്ട് ബി സി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 16 4 എന്ന് കിട്ടും. അപ്പം ബി സി എന്ന് പറയുന്നത് 4 എന്ന് നമുക്കവിടെ എഴുതാം. ഇനി നമുക്ക് മറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോകൾ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് 4 ഉണ്ട്, ഡിവൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ് 5 ഉണ്ട്. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു 4/5 എന്ന് കിട്ടും. സൈൻ തീറ്റ ഈക്വൽ ടു 4/5. പിന്നെ വരുന്നത് ടാൻ ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്. ടാൻ ട്രിഗണോമെട്രിക് റേഷ്യോ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് 4/3 എന്ന് കിട്ടും. 4/3 എന്ന് കിട്ടും. പിന്നെ വരുന്നത് കൊസീക് തീറ്റയാണ്. കൊസീക് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയുടെ വിൽക്രമമാണ്. അതായത് കൊസീക് തീറ്റ ഈക്വൽ ടു 1/സൈൻ തീറ്റ. സൈൻ തീറ്റ എന്നുള്ളത് 4/5 ആണ്. അതിൻ്റെ വിൽക്രമം റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 5/4 ആണ്. അത് അതേപോലെ എഴുതാം. നമുക്ക് കോസ് തീറ്റ അതിൻ്റെ വിൽക്രമമാണ് സീക്ക് തീറ്റ. കോസ് തീറ്റ എന്നുള്ളത് 3/5 തന്നിട്ടുണ്ട്. അതുകൊണ്ട് സീക്ക് തീറ്റ കോസ് തീറ്റ വിൽക്രമം 5/3 എന്ന് എഴുതാം. അതുപോലെ തന്നെ കോട്ട് തീറ്റ ടാൻ തീറ്റയുടെ വിൽക്രമമാണ്. ടാൻ തീറ്റ 4/3 ആണെങ്കിൽ കോട്ട് തീറ്റ എന്ന് പറയുന്നത് 3/4 എന്ന് കിട്ടും. കുറച്ച് അസൈൻമെൻറ്റ് പ്രോബ്ലംസ് ആണ്. സെയിം ക്വസ്റ്റ്യൻ ആണ് തന്നിട്ട് ചെയ്തിട്ടുള്ള രണ്ടെണ്ണത്തിൻ്റെ സെയിം പ്രോബ്ലംസ് ആണ് വന്നിട്ടുള്ളത്. ഒന്നാമത് ഗിവൺ സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 1/2 ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ 60 ഡിഗ്രി. സൈൻ 30 ഡിഗ്രി 1/2 നമ്മൾ മട്ടത്രികോണം എ ബി സി വരച്ച് 30 ഡിഗ്രി ആംഗിളും രണ്ടാമത്തെ ആംഗിൾ 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് സൈൻ്റെ വശങ്ങളിൽ 1/2 മാർക്ക് ചെയ്യുക. മറ്റ് മൂന്നാമത്തെ വശം കണ്ടുപിടിക്കുക. ടാൻ 60യുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇഫ് കോസ് 60 ഈക്വൽ ടു 4/5 ഫൈൻഡ് ദി അതർ റേഷ്യോസ്. കോസിൻ്റെ വാല്യൂ 4/5, അതായത് കോസിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് 4 എന്ന് മാർക്ക് ചെയ്യുക, ഹൈപ്പട്ടന്യൂസ് 5 എന്ന് മാർക്ക് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കുക. തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ മറ്റ് 5 ട്രിഗണോമെട്രിക് റേഷ്യോകൾ കൂടി കണ്ടുപിടിക്കുക. ഈ രീതിയിലുള്ള സിമ്പിൾ പ്രോബ്ലംസ് ആണ് അസൈൻമെൻറ്റ് തന്നിട്ടുള്ളത്. ഇതൊന്ന് ചെയ്ത് നോക്കുക.
ഒരു സിമ്പിൾ പ്രോബ്ലം കൂടി ഇവിടെയുണ്ട്. അതിൽ if sin theta equal to 1/2 find the values of sin square theta minus cos square theta. മറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ അല്ല ചോദിച്ചിട്ടുള്ളത്, വേറൊരു റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. സൈൻ തീറ്റ എത്രയാണ് തന്നിട്ടുണ്ട്. അപ്പം സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് എടുക്കാം. സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എടുത്താൽ മതി, അത് സൈൻ സ്ക്വയർ തീറ്റ ആയി. പിന്നെ ഇവിടെ ഒരു കോസ് സ്ക്വയർ തീറ്റയുണ്ട്. കോസ് സ്ക്വയർ തീറ്റ എടുക്കണമെങ്കിൽ നമുക്ക് കോസ് തീറ്റ എടുക്കണം. കോസ് തീറ്റയ്ക്ക് നമുക്ക് ഇവിടെ സൈൻ തീറ്റ തരുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനീസും ഉണ്ട്. കോസ് തീറ്റയ്ക്ക് നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് വേണം. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. അഡ്ജസൻറ്റ് സൈഡ് എ ബി ആണ്. എ ബി സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനീസ് എ സി സ്ക്വയർ ബൈ ഓപ്പോസിറ്റ് സൈഡ് ബി സി സ്ക്വയർ. എ സി എന്നുള്ളത് 2 ഉണ്ടായിരുന്നു. എ സി ഹൈപ്പോട്ടനീസ് 2 ആണ്. 2 സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സൈഡ് 1 സ്ക്വയർ ബി സി സ്ക്വയർ 4 മൈനസ് 1 3 എന്ന് കിട്ടും. അതായത് മൂന്നാമത്തെ സൈഡ് കൂടി നമ്മൾ പൈതഗോറിയൻ റിലേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ഇവിടെ 2 സൈഡുകളാണ് തന്നിട്ടുള്ളത്. മൂന്നാമത്തെ സൈഡ് കൂടി പൈതഗോറിയൻ റിലേഷൻ പ്രകാരം കണ്ടുപിടിക്കുക. ഇനി നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാം. എ ബി ഈക്വൽ ടു √3 എന്ന് കിട്ടി. കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് എ ബി ബൈ എ സി. എ ബി എന്നുള്ളത് നമുക്ക് √3 കിട്ടി, ഹൈപ്പോട്ടന്യൂസ് 2 ഉണ്ട്. അപ്പം കോസ് തീറ്റ ഈക്വൽ ടു √3/2 എന്ന് കിട്ടി. ഇനി നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കാം. സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റയുടെ വാല്യൂ 1/2 ആണ്. 1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയായി മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ. കോസ് തീറ്റ √3/2 ആണ്, അതിൻ്റെ സ്ക്വയർ √3/2 ഹോൾ സ്ക്വയർ. 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ ഡിവൈഡ് ബൈ 2 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, 2 സ്ക്വയർ 4 ആണ്. അപ്പോൾ 1/2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4 എന്ന് കിട്ടും. 1/4 മൈനസ് √3/2 ഹോൾ സ്ക്വയർ. √3 സ്ക്വയർ ബൈ 2 സ്ക്വയർ. √3 സ്ക്വയർ ഈക്വൽ ടു 3, 2 സ്ക്വയർ ഈക്വൽ ടു 4. അപ്പോൾ 1/4 മൈനസ് 3/4 ഈക്വൽ ടു, അതിൻ്റെ ന്യൂമറേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ നമുക്കിവിടെ മൈനസ് ചെയ്താൽ മതി. താഴെ രണ്ടും 4 ആണ്, അതുകൊണ്ട് 1 മൈനസ് 3 ഈക്വൽ ടു -2/4 എന്ന് ചെയ്യാം. -2/4 ഈക്വൽ ടു ചുരുക്കി നമുക്ക് -1/2 എന്ന് എഴുതാം. അതായത് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. ഈ സെയിം പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഇത് ചെയ്ത് പഠിക്കാം. അതിലൊരു സിമ്പിൾ പ്രോബ്ലം കൂടിയുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ 30 divided by cos square 45 plus tan 45 by sec 60 minus sin 60 by cot 45 minus cos 30 by sin 90. നമ്മൾ തൊട്ട് മുന്നേ വാല്യൂസ് ഓഫ് സം പർട്ടിക്കുലർ ആംഗിൾസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ടേബിളിൽ തന്നിട്ടുള്ള ഈ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ഉള്ളതാണ്. ടേബിളിൽ തന്നിട്ട് ടേബിളിൽ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാണ് ഉള്ളത്. ഈ പ്രോബ്ലംസ് നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്, ടേബിളിൽ നിന്ന് എടുക്കണം. സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ 30 എന്ന് പറയുന്നത് 1/2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് 45ൻ്റെ വാല്യൂ 1/√2 ആണ്. അപ്പം കോസ് സ്ക്വയർ 45 1/√2 ഹോൾ സ്ക്വയർ പ്ലസ് ടാൻ 45ൻ്റെ വാല്യൂ 1 ആണ്. സീക്ക് 60ൻ്റെ വാല്യൂ 2 ആണ്. മൈനസ് സൈൻ 60യുടെ വാല്യൂ √3/2. കോട്ട് 45ൻ്റെ വാല്യൂ ടാൻ 45 1 ആണ്, കോട്ട് 45ഉം അതുപോലെ തന്നെ 1 ആണ്. 1/tan ആണ് കോട്ട്. അപ്പോൾ 1/1 ഈക്വൽ ടു 1 തന്നെ കിട്ടും. മൈനസ് കോസ് 30 ഈക്വൽ ടു √3/2 മൈനസ് സൈൻ 90 ഈക്വൽ ടു 1. നമ്മൾ ആഡ് ചെയ്യാം. 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/4 ഡിവൈഡ് ബൈ 1/√2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2. 1/4 ബൈ 1/2. 1/4 ഇൻറ്റു 2/1 ഈക്വൽ ടു 2/4 അല്ലെങ്കിൽ 1/2 എന്ന് കിട്ടും. ഈ അഡിഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ജനറൽ സിംപ്ലിഫിക്കേഷനിൽ വെച്ച് ചെയ്യാനുള്ളതാണ്, പ്രശ്നമൊന്നുമില്ല. പ്ലസ് 1/2 മൈനസ് √3/2/1 ഈക്വൽ ടു √3/2 മൈനസ് √3/2/1 ഈക്വൽ ടു √3/2.
1/2 plus 1/2. 1/2 plus 1/2 equal to 2/2 equal to 1. 2/2. Half plus half equal to 1. 1/2 plus 1/2 equal to denominator same ആണ്, numerator കൂട്ടുക. 1 plus 1 2. 2/2 equal to 1 minus root 3/2 minus root 3/2 എന്ന് പറയുന്നത് minus root 3 എന്ന് കിട്ടും. മൈനസ് റൂട്ട് 3 എന്ന് കിട്ടും. അപ്പോൾ 1 minus root 3 എന്നാണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. 1 minus root 3 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 1/2 plus 1/2 minus root 3/2 minus root 3/2 എന്ന് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 minus root 3 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് വെച്ച് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരുന്ന പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക.